പ്രിൻസസ് ആൻഡ് ദി വെയർവൂൾഫ് എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചിബ ജനറലുമായി കോൺടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മുലാങ് അവളുടെ മുറിക്ക് പുറത്ത് കാവൽ ഏർപ്പെടുത്തുന്നു. പുറത്തിറങ്ങാൻ അവൾ പല നമ്പരും പരീക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവർ അവളെ എങ്ങോട്ടേക്കും വിടുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് റുവോ ജനലിലൂടെ ഒരു പേപ്പർ അവൾക്ക് എറിഞ്ഞു കൊടുത്തത്. സിറ്റിയുടെ കിഴക്ക് ഭാഗത്ത് വെച്ച് തമ്മിൽ കാണാമെന്ന് ജനറൽ എഴുതിയ രീതിയിലായിരുന്നു അത്. ജനറലിനായിരിക്കും അത് എഴുതിയതെന്ന് വിചാരിച്ച് ടോയ്ലറ്റിൽ പോവുകയാണെന്ന് കാവൽക്കാരോട് കള്ളം പറഞ്ഞ് അവൾ പുറത്ത് കിടന്നു. അവൾക്ക് കിട്ടിയതുപോലെ ഒരു പേപ്പർ അലിക്കും കിട്ടിയിരുന്നു. സിറ്റിയുടെ കിഴക്ക് ഭാഗത്ത് വെച്ച് തമ്മിൽ കാണാം എന്ന് അവൾ എഴുതുന്ന രീതിയിലായിരുന്നു അത്. മുലാങ്ങിന്റെ ഭാര്യ അവൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവനേക്കാൾ ഭേദം താനാണെന്ന് തോന്നിയാവണം അവൾ അങ്ങനെ എഴുതിയതെന്ന് കരുതി അയാളും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ടോയ്ലറ്റിലേക്കെന്ന് പറഞ്ഞപ്പോൾ ചിവ കുറേ സമയം കഴിഞ്ഞിട്ട് തിരിച്ചെത്താതായപ്പോൾ അന്വേഷിച്ച് ചെന്ന കാവൽക്കാർ അവൾ മിസ്സിംഗ് ആണെന്ന് അറിയുന്നതിനാൽ ഉടനെ തന്നെ മുലാങ്ങിനെ വിവരം അറിയിക്കുന്നു. കൂടുതൽ ആളുകൾ വിവരം പറഞ്ഞ് ബഹളമായാൽ മുമ്പ് അവളെ കൊല്ലാൻ ശ്രമിച്ച ആളും അതറിയാൻ സാധ്യതയുണ്ട്. അത് അപകടം വരുത്തി വെക്കും എന്ന് കരുതി അവൻ തന്നെ നേരിട്ട് അന്വേഷിക്കാൻ നടക്കുന്നു. ജനറലിനെ കാണാനെത്തിയ ചിവ അയാൾക്ക് പകരം അലിയെ കണ്ട് ആകെ കൺഫ്യൂഷനാകുന്നു. തമ്മിൽ സംസാരിച്ചപ്പോൾ ആരോ തങ്ങളെ കബളിപ്പിച്ച് അവിടെ എത്തിച്ചതാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അലി പക്ഷേ അവൾ തന്നെയാണ് അത് ചെയ്തത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവൾ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അതിന് സമ്മതിക്കാതെ അവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ബലമായി അവളെ കീഴടക്കാൻ ശ്രമിക്കുന്നിടയിൽ അടുത്തുള്ള ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവളുടെ കൈക്ക് പരിക്കും പറ്റുന്നുണ്ട്. അവൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുലാങ് അവളുടെ രക്ഷയ്ക്കെത്തുന്നു. മുലാങ് ഉപദ്രവിക്കാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ അവളുടെ പ്രിൻസ് കൺസേർട്ടാണ് എന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് മുമ്പ് അവളെ തട്ടിക്കൊണ്ട ദിവസവും അവളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അവനായിരുന്നു എന്ന് മുലാങ്ങിന് മനസ്സിലാകുന്നത്. അത് മനസ്സിലായതോടെ അവൻ ഒന്നുകൂടി കാര്യമായി പേടിപ്പിക്കുന്നു. അതോടെ അലിയുടെ ബോധം പോകുന്നുണ്ട്. ശിവയുടെ കയ്യിൽ മുറിവ് പറ്റിയിരിക്കുന്നത് കണ്ട് മുലാങ് അവളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ മരുന്ന് പുരട്ടി കൊടുക്കുന്നു. ഇത്രയും മോശമായ അലിയെ അവളുടെ വുഡ്ബിയായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് അവൻ ചോദിക്കുന്നുണ്ട്. ചെറിയമ്മയ്ക്കും ജനറലിനുമൊന്നും അവൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ അവർ ശരിക്കും വിഷമിക്കും. ജനറലാണ് എന്ന് കരുതിയാണ് അവിടെ പോയത്. പക്ഷേ ശരിക്കും ചിന്തിക്കുമ്പോൾ ജനറലിനോ അലിക്കോ കൊട്ടാരത്തിൽ സ്വതന്ത്രമായി കയറാനുള്ള അനുവാദമില്ല. മറ്റാരെങ്കിലും ആയിരിക്കണം ആ കത്തിന് പിന്നിൽ നിന്ന് അവൾ പറയുന്നുണ്ട്. അവൾ വായിച്ച ശേഷം അത് നശിപ്പിച്ചു കളഞ്ഞിരുന്നതിനാൽ അത് തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. എന്തായാലും ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാമെന്ന് അവൻ പറയുന്നു. അലിയെ കാവൽക്കാരെല്ലാവരും കൂടി ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. ജിങ്ങിൻ്റെ ഐഡിയ പരാജയപ്പെട്ടവരും റുവ അവനെ അറിയിക്കുന്നു. അലി മിസ്സിംഗ് ആണ് എന്ന് അടുത്ത ദിവസം രാവിലെയാണ് ജനറൽ അറിയുന്നത്. മുലാങ് അവനെ എന്തെങ്കിലും ചെയ്തായിരിക്കണമെന്ന് കരുതി അവൻ ഉടനെ തന്നെ കൊട്ടാരത്തിലെത്തിയ പ്രശ്നമുണ്ടാക്കുന്നു. ആ സമയത്ത് ചിബ അവിടെ എത്തി ശരിക്കും നടന്നത് എന്താണെന്ന് വിവരിക്കുന്നു. അവൻ്റെ സ്വഭാവം അറിയാതെ ഇത്രയും നാളും കൂടെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു. തടവറയിലെത്തി അവൻ്റെ വകയായി അലിക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ചിബ അയാളുടെ കയ്യിലൊരു കത്ത് കൊടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും മുലാങ് അതിനുള്ള അവസരം നൽകുന്നില്ല. ജനറലിനെ പറഞ്ഞയച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് അവൻ വീണ്ടും അവളോട് സംസാരിക്കുന്നു. ഇനിയും എതിർത്തിട്ട് കാര്യമില്ല എന്നറിയാത്തത് കൊണ്ട് അവൾ മറ്റൊരു നമ്പർ എടുക്കുന്നു. ദാഷ്യയിൽ എല്ലാവരും വിവാഹത്തിന് മുമ്പ് ഒരു പ്രൊപ്പോസൽ നടത്താറുണ്ട്. അങ്ങനെ ഒരു പ്രൊപ്പോസൽ നടന്നു കാണാൻ അവളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. മുലാങ് അന്ന് തന്നെ ലിജുനെ ദാഷ്യയിലേക്ക് അയച്ച് അതിനെക്കുറിച്ചുള്ള കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അവൻ അതുമായി വരുന്ന സമയത്ത് ഹോങ്ഷു അവനെ കാണുന്നു. അവൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കുകൾ കണ്ടപ്പോൾ അവൻ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് അവൾ സംശയിക്കുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചിട്ടാണെങ്കിൽ വ്യക്തമായി ഉത്തരം നൽകാതെ അവൻ പോവുകയും ചെയ്യുന്നു. അവന് മറ്റാരെങ്കിലും ഇഷ്ടമാണോ എന്നോർത്ത് അവൾ ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. മുലാങ് പ്രപ്പോസ് ചെയ്യാനുള്ള ഐഡിയയ്ക്കായി ആ ബുക്കുകളൊക്കെ വായിക്കുന്നു. ചിബയെ എങ്ങനെ കോൺടാക്ട് ചെയ്യാമെന്നുള്ള ആലോചനയിലായിരുന്നു ജനറലും. ഫുഡുമായി വന്ന ആളോട് കൊട്ടാരത്തിലെ ഫുഡ് തന്നെ വേണമെന്ന് പറഞ്ഞ് അവൻ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെയാകുമ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് പകരം കൊട്ടാരത്തിൽ ഉണ്ടാക്കുന്ന ഫുഡ് അവൻ എത്തിക്കാനുള്ള ഓർഡറാണ് കിട്ടിയത്. ഫുഡുമായി പോകാനുള്ള ഡ്യൂട്ടി ചുനറിനായിരുന്നു. ലിയായി ചിബയുടെ മുന്നിലെത്തിയിട്ട് കുറേ ദിവസങ്ങളായതുകൊണ്ട് മുലാങ് അന്ന് ലിയായി അവളുടെ അടുത്തെത്തുന്നു. രാജാവിൻ്റെ ഓർഡറാണ് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെ അവൻ പറഞ്ഞയക്കുന്നുണ്ട്. ചിവയ്ക്ക് അവനെ കണ്ടപ്പോൾ തന്നെ സന്തോഷമാകുന്നു. അവൻ കാവൽക്കാരെ പറഞ്ഞയച്ചെന്ന് അറിഞ്ഞപ്പോൾ ഒന്നുകൂടി സന്തോഷമാകുന്നുണ്ട്. ഇപ്പോൾ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് അവൾ പറയുന്നുണ്ടെങ്കിലും അവിടെ കാവൽക്കാരില്ലെങ്കിലും മറ്റു ഭാഗങ്ങളിൽ നിരീക്ഷിക്കാൻ ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ പിന്തിരിപ്പിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം, അതുവരെ അവളോട് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ജോലികളുണ്ടെന്ന് പറഞ്ഞ് അവൻ ഉടനെ തന്നെ പോകുന്നു. ഫുഡ് എത്താൻ വൈകുന്നത് കാരണം ആകെ അസ്വസ്ഥനായിരിക്കുന്ന സമയത്താണ് ചുനർ അയാൾക്കുള്ള ഫുഡുമായി വന്നത്. അകത്തേക്ക് കയറുന്നിടയിൽ തുണിയിൽ കയറി ചവിട്ടി അവൾ മറിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ താങ്ങി പിടിക്കുന്നു. ഒരു നിമിഷം രണ്ടുപേരും പരിസരം മറന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹണി ട്രാപ്പാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് പിടിവിട്ട് മാറി നിൽക്കുന്നു. ശിവയെ മീറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് ജനറൽ ചോദിച്ചപ്പോൾ ഞാൻ വെറുമൊരു ജോലിക്കാരിയാണ്, എനിക്കതിനുള്ള അധികാരമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഫുഡ് നൽകിയിട്ട് മടങ്ങിപ്പോകുന്നു. എന്തായാലും മായയ്ക്ക് അവളോട് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ജിങ് പറഞ്ഞതനുസരിച്ച് അയാളെ വാച്ച് ചെയ്യാനുണ്ടായിരുന്ന റുവ ഉടനെ തന്നെ ആ വിവരം സിനിയാങ്ങിനെ അറിയിക്കാനായി പ്രതിമയിൽ തിരികെ കത്തിച്ചു വെച്ചിട്ട് അതിൻ്റെ കയ്യിലെ പാത്രത്തിൽ എഴുതി വയ്ക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിനിയാങ് അത് എടുത്ത് നോക്കുന്നുണ്ട്. മായയ്ക്ക് ചുനറിനോട് താല്പര്യമുണ്ട് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൾ ഉടനെ തന്നെ ദൈഷാങ്ങിനെ വിവരം അറിയിക്കുന്നു. ഹൈത്താങ്ങിന് മുമ്പ് പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റിയ അവസരമാണിതെന്ന് പറഞ്ഞ് അത് ഡീൽ ചെയ്യാനുള്ള ഡ്യൂട്ടി ദൈഷാങ് ഹൈത്താങ്ങിനെ ഏൽപ്പിക്കുന്നു. ഒരു പൊടി അവൾക്ക് നൽകിയിട്ട് ചുനറുടെ രൂപത്തിൽ ജനറൽ മായയെ സമീപിച്ച് ഈ പൊടി അവനെ ഏൽപ്പിച്ച് അത് അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും മുലാങ്ങിൻ്റെ മേൽ ഉപയോഗിക്കണമെന്ന് അയാൾ അവളെ പറഞ്ഞേൽപ്പിക്കുന്നു. ഈ അവസരം മുതലെടുത്ത് ചിവയെ കൊല്ലാനും അയാൾ ഓർഡർ നൽകുന്നു. അവൾ അപ്പോൾ തന്നെ ചുനറെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ചുനർ വഴിയിൽ കണ്ടൊരു കച്ചവടക്കാരിയിൽ നിന്ന് പെർഫ്യൂം സഞ്ചികൾ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് മറ്റൊരു കച്ചവടക്കാരിയായി ഹൈത്താങ് അവളുടെ അടുത്ത് എത്തിയത്. തൻ്റെ കസ്റ്റമറെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കണ്ട് മറ്റേ കച്ചവടക്കാരി അവളോട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും ഹൈത്താങ് അതൊന്നും കാര്യമാക്കാതെ കൂടുതൽ നല്ല പെർഫ്യൂം സഞ്ചികൾ വീട്ടിലിരിപ്പുണ്ട്, അവിടേക്ക് വന്നാൽ അത് നൽകാമെന്ന് പറഞ്ഞ് ചുനറെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ എത്തി അവളെ മയക്കി കിടത്തിയ ശേഷം അവളുടെ വേഷം ധരിച്ച് അവളുടെ രൂപത്തിലേക്ക് മാറി ചുനറായി ഹൈത്താങ് കൊട്ടാരത്തിലേക്ക് പോകുന്നു.
പ്രപ്പോസ് ചെയ്യാനുള്ള ഐഡിയയ്ക്ക് വേണ്ടി മുലാങ് ബുക്കുകളൊക്കെ തിരഞ്ഞിട്ടും അവന് നല്ലൊരു ഐഡിയ കിട്ടുന്നില്ല. ഹോങ്ഷുവിനോട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് ചോദിച്ചറിയാൻ അവൻ ലിജുനെ പറഞ്ഞയക്കുന്നു. ലിജുൻ മറ്റാരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതി ഹോങ്ഷു ആകെ മൂഡ് ഓഫ് ആയിരിക്കുകയായിരുന്നല്ലോ. ചിബ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലിജുൻ അവളെ അന്വേഷിച്ചെത്തിയത്. തനിച്ചെന്തോ സംസാരിക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ ചിബയെ തനിച്ചാക്കി പോയാൽ അവൾ ഓടിപ്പോകുമെന്ന് പിടിച്ച് ഹോങ്ഷു മടിക്കുന്നുണ്ടെങ്കിലും ഞാനിവിടെയും പോയില്ല, ധൈര്യമായി പോയിട്ട് വരാൻ പറഞ്ഞ് ചിബ മുറിയിലേക്ക് കയറി പോകുന്നതിനാൽ അവൾ ലിജുൻ്റെ കൂടെ ചെല്ലുന്നു. ഓടിപ്പോകില്ല എന്നൊക്കെ അവളോട് പറഞ്ഞെങ്കിലും കിട്ടിയ അവസരം പാഴാക്കാതെ ചിബ എസ്കേപ്പ് ആകുന്നുണ്ട്. മുലാങ്ങിന് ചിബയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ലിജുൻ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് എന്നറിഞ്ഞപ്പോൾ ഹോങ്ഷുവിന് സന്തോഷമാകുന്നു. ചിബയുടെ നാട്ടിലെ പ്രപ്പോസൽ രീതികളെക്കുറിച്ചൊക്കെ മുമ്പൊരു തവണ അവൾ പറഞ്ഞ് ഹോങ്ഷു കേട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവൾ അവന് പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ സംശയം തോന്നി അവൾ അകത്തേക്ക് ഓടിച്ചു നോക്കിയപ്പോൾ ചിബ മിസ്സിംഗ് ആണെന്നറിയുന്നു. ചിബ ഈ സമയം കാവൽക്കാരുടെ കണ്ണൊക്കെ വെട്ടിച്ച് ജനറലിൻ്റെ അടുത്തിരുന്നു. രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ അവൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് തിരികെ പോവുകയാണെന്ന് അവനെ അറിയിക്കണം. പോകുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടുപോകാൻ ഒരു പെട്ടിയും റെഡിയാക്കണം. ആരും കാണാതെ പെട്ടിക്കുള്ളിൽ അവൾ കയറിയിരിക്കും. അങ്ങനെ അവൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടാം. പോകുമ്പോൾ കൂടെ ഒരാളെ കൂടി കൊണ്ടുവരുന്നുണ്ട്. അതാരാണെന്ന് പിന്നീട് പറയാമെന്ന് അവൾ അവനോട് പറയുന്നു. അവർ തമ്മിൽ ലീയെക്കുറിച്ച് സംസാരിച്ച് താൻ സിമയല്ല എന്നുള്ള വിവരം അവൾ അറിയിക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലം എൻ്റെ കാര്യം ജനറലിനോട് പറയരുതെന്ന് മുലാങ് നേരത്തെ തന്നെ അവളോട് പറഞ്ഞിരുന്നതിനാൽ ആണ് അവൾ അവൻ്റെ പേര് ഒന്നും പറയാതിരുന്നത്. അവൾ പ്ലാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടേക്ക് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക എന്നറിയുന്ന ലിജുൻ ഹോങ്ഷുവിനെയും കൂട്ടി അവിടെ എത്തിയിരുന്നു. അവർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി കുടുംബത്തെ മിസ് ചെയ്യുന്നു എന്ന രീതിയിൽ ചിബ പറഞ്ഞനുസരിച്ച് അവളും ജനറലും കൂടി അവർക്ക് മുന്നിൽ കുറേ കരഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവർക്കൊപ്പം തിരികെ പോകുന്നു. അന്ന് രാത്രി മായയ്ക്ക് ഫുഡുമായി വന്നത് ചിനറുടെ വേഷത്തിൽ ഹൈത്താങ് ആയിരുന്നു. അവൾ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെട്ടതുപോലെ മറിഞ്ഞ് അവൻ്റെ ദേഹത്തേക്ക് വീണ് അവനുമായി അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. ചിനറോട് ആദ്യമേ തന്നെ ഒരു താല്പര്യം തോന്നിയിരുന്നതിനാൽ ഒരു നിമിഷം മായയുടെ കൺട്രോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിലും അവൻ ആൾ ഡീസൻ്റ് ആയതിനാൽ പെട്ടെന്ന് തന്നെ അവളുടെ പിടിവിട്ട് മാറുന്നു. അവൾ അവനോട് താല്പര്യമുള്ളതുപോലെ കുറച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അവനെ കുറേ പുകഴ്ത്തുകയും ചെയ്യുന്നു. ശിവയ്ക്ക് വിവാഹത്തിൽ താല്പര്യമില്ലാത്തതിനെക്കുറിച്ച് അറിയാം. മുമ്പ് ഒരു തവണ അവൾ തൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് പ്രത്യുപകാരമെന്നോണം അവരെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാമെന്ന് അവൾ പറയുന്നു. അതിനായി ദേഷ്യങ്ങൾ നൽകി മരുന്ന് അവന് നൽകിയിട്ട് അത് മുലാങ്ങിന് നേരെ ഉപയോഗിച്ചാൽ മതി, അവൻ്റെ ശക്തി കുറയും. ആ തക്ക നോക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നും അവൾ പറയുന്നു. പക്ഷേ ജനറൽ അങ്ങനെ കുറുക്ക് വഴികളൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരുന്നില്ല. നേരായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെ തിരികെ നൽകുന്നു. അവൾ കുറേ നിർബന്ധിച്ചിട്ടും അവനത് വാങ്ങാൻ തയ്യാറാകാത്തത് കൊണ്ട് അവസാനം അവൾക്ക് നിരാശയായി പോകേണ്ടി വരുന്നു. മുലാങ് അന്ന് ഇമ്പീരിയൽ ഗാർഡൻ അടച്ചുപൂട്ടി അവിടെ കാര്യം കടത്തിവിടാതിരിക്കാൻ രണ്ടുപേരെ കാവലിൽ നിർത്തുന്നുണ്ട്. ഇത്ര സീക്രട്ടായി അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പുറത്ത് കാവലിൽ നിന്നവർ വാതിലിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. മുലാങ് ചിബയെ പ്രപ്പോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഹോങ്ഷു അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവൻ അതിനുവേണ്ട സെറ്റപ്പൊക്കെ റെഡിയാക്കിയിരുന്നു. ചിബയ്ക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി അവളുടെ കണ്ണ് കെട്ടിക്കൊണ്ട് ഹോങ്ഷു അവളെ അവിടെ എത്തിക്കുന്നു. കണ്ണിലെ കെട്ടഴിക്കാൻ സമ്മതിക്കാതെ മുലാങ് തന്നെ അവളെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അകത്ത് ചെന്നതിന് ശേഷം അവൻ തന്നെയാണ് കെട്ടഴിച്ചത്. പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ഒരു സിംഹാസനം അവിടെ റെഡിയാക്കിയിരുന്നു. കുറച്ച് പൂക്കൾ നൽകിക്കൊണ്ട് അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിബ അവൻ്റെ രാജ്ഞിയാക്കാൻ സമ്മതമാണെന്ന് പറയുന്നു. കേട്ടപ്പോൾ അവൻ ആദ്യം വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും പിന്നീട് സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. പുറത്ത് നിൽപ്പുണ്ടായിരുന്ന ഹോങ്ഷു അവൾ എസ് പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ലിജുൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. ആ ബഹളം കേട്ടപ്പോൾ വാതിലിനിടയിലൂടെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ കാര്യങ്ങൾ ഏകദേശം ഊഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹുദിയും ബായും കൂടി പെട്രോളിങ്ങിനായി അവർ കരിയിലേക്ക് വന്നത്. വിവരം പറഞ്ഞപ്പോൾ ഹുദി ദേഷ്യം കൊണ്ട് തിളയ്ക്കുന്നു. അവൾ ടെൻഷനായി കഴിഞ്ഞാലുള്ള അവളുടെ ശരീരത്തിൻ്റെ റിയാക്ഷനെക്കുറിച്ച് ബായി അറിയാതെ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടെ നാണക്കേട് സഹിക്കവയ്യാതെ അവൾ വേഗം ഓടുന്നു പോകുന്നു. ചിബ വിവാഹത്തിന് സമ്മതം പറഞ്ഞു കഴിഞ്ഞ് നയത്തിൽ അവനോട് ജനറലിനെ അവിടെ നിന്ന് തിരികെ അയക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. വിവാഹത്തിന് നിൽക്കാതെ അടുത്ത ദിവസം തന്നെ അവനെ തിരിച്ചയക്കാമെന്ന് അവൻ സമ്മതിക്കുന്നു. ആ സന്തോഷത്തിലാണ് അവൾ അവിടെ നിന്ന് തിരിച്ചു പോയത്. സത്യത്തിൽ അവൾക്ക് അവനെ വിവാഹം കഴിക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ പ്രപ്പോസലൊക്കെ അവളുടെ ഹൃദയത്തിൽ തുറന്നുണ്ടെങ്കിലും സമ്മതമാണെന്ന് പറഞ്ഞ തൽക്കാലം അവൻ തനിക്കെതിരെയുള്ള ഗാർഡിങ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പാവമില്ല, അവൾ മനസ്സോടെ തന്നെ വിവാഹത്തിന് സമ്മതിച്ചതാണെന്ന് കരുതി അന്ന് രാത്രി അവൻ ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. അടുത്ത ദിവസം ലിയായി അവളുടെ അടുത്ത് ചെന്നപ്പോഴാണ് അവളുടെ ശരിക്കുള്ള പ്ലാനിനെ കുറിച്ച് അവൻ അറിയുന്നത്. കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം തകരുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ പിടിച്ചു നിൽക്കുന്നു. വളരെ വിഷമത്തോടെയാണ് അവിടെ നിന്ന് മടങ്ങിയതെങ്കിലും അവളുടെ പ്ലാൻ നശിപ്പിക്കാനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. മുഷിഞ്ഞ തുണികൾ നിറച്ച പെട്ടിയിൽ കയറി ഒളിച്ചിരുന്ന് രക്ഷപ്പെടാനല്ലോ അവൾ ഉദ്ദേശിക്കുന്നത്. അവൾ അതിൽ കയറി ഒളിച്ചു കഴിയുമ്പോൾ പെട്ടി അവിടെ നിന്ന് മാറ്റിയിട്ട് അതേപോലെ തന്നെ മറ്റൊരു പെട്ടി വെച്ച് അതിൽ അവൾക്ക് പകരം ഹുദിയെ കയറ്റിയിരുത്താനും പിന്നീടൊരു അവസരമുണ്ടാക്കി അവളോട് അതിൽ നിന്ന് പുറത്തിറങ്ങാനും അവൻ ഓർഡർ നൽകുന്നു. ചിബയെ ഇവിടെ നിർത്തിയിട്ട് ജനറലിനെയും സംഘത്തെയും തിരിച്ച് ദാഷ്യയിലേക്ക് നയിക്കാനാണ് അവൻ പ്ലാൻ ചെയ്തത്. അവർക്ക് സംസാരിക്കുന്ന പുറത്ത് മറിഞ്ഞെന്ന് കേട്ട റുവോ ഉടനെ തന്നെ ജിങ്ങിനെ വിവരം അറിയിക്കുന്നു. ദേശാങ്ങിന് വിവരം നൽകാനായി ജിങ് അപ്പോൾ തന്നെ അവനെ പറഞ്ഞയക്കുന്നുണ്ട്. അയാൾ പറഞ്ഞതനുസരിച്ച് ഹൈത്താങ് വീണ്ടും ചുണ്ടറായി മായുടെ അടുത്തെത്തി മുലാങ് ചിബയെ പ്രപ്പോസ് ചെയ്തതും അവൾ വിവാഹത്തിന് സമ്മതം പറഞ്ഞതുമൊക്കെ അറിയിക്കുന്നു. ഫോഴ്സ് ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതായിരിക്കണം. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. മുലാങ് ശക്തനായിരിക്കുമ്പോൾ അതിന് സാധിക്കില്ല. അതുകൊണ്ട് ഈ പൊടി അവൻ്റെ നേർക്ക് പ്രയോഗിച്ചിട്ട് ചിബയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ദൈഷാങ് നൽകിയ പൊടി അവനെ ഏൽപ്പിക്കുന്നു. ഇത്തവണ അവനത് വാങ്ങുന്നുണ്ട്. പിടിക്കപ്പെട്ടാലും തൻ്റെ പേര് ആരുടെ മുന്നിലും വരാതിരിക്കാൻ വേണ്ടി അവൾ കുറച്ച് കരഞ്ഞ് അഭിനയിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. മുലാങ് അന്ന് ചിബയെ പിടിച്ചു നിർത്താൻ വേണ്ടി അവളെ അവൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാനായി വിളിപ്പിക്കുന്നു. പക്ഷേ കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം അവൾ എന്തൊക്കെയോ നമ്പറിട്ട് അവൻ്റെ അനുവാദം വാങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. തിരിച്ച് മുറിയിലെത്തിയ ശേഷം എന്തൊക്കെയോ പറഞ്ഞ് ഹോങ്ഷുവിനെയും അവൾ ഒഴിവാക്കുന്നു. അതിനുശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ പുറത്ത് ചാടി ജനറൽ റെഡിയാക്കി വെച്ചിരുന്ന പെട്ടിക്കുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നു. പക്ഷേ അവർ അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ മുലാങ് ഏൽപ്പിച്ചിരുന്നവർ ആ പെട്ടി അവിടെ നിന്ന് മാറ്റിയിട്ട് അതേപോലെയുള്ള മറ്റൊരു പെട്ടി ഇവിടെ കൊണ്ടുവെക്കുന്നു. അതിനുള്ളിൽ ഹുദി കയറി ഒളിച്ചിരിക്കുന്നുണ്ട്.
ചിബ കയറിയ പെട്ടിയുമായി പോയ കാവൽക്കാരെ ഹൈത്താങ് ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം പെട്ടി തുറന്ന് എന്തോ പൊടി ഉപയോഗിച്ച് ചിബയെ ബോധം കെടുത്തുന്നു. പക്ഷേ അവൾ പെട്ടിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റൊരു കാവൽ സംഘത്തിന് മുന്നിൽ ചെന്ന് പെടുന്നുണ്ട്. സിറ്റിക്ക് പുറത്തുള്ള കാട്ടിൽ കൊണ്ട് കളയാനായി കുറേ വേസ്റ്റ് തുണികൾ കൊണ്ടുപോവുകയാണെന്ന് അവൾ കള്ളം പറയുന്നു. അടുക്കളക്കാരിയെ അവൾ തുണികളുമായി പോകുന്നത് എന്തിനാണെന്ന് അവർ സംശയിക്കുന്നുണ്ടെങ്കിലും തുണികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്കാർ കുറവായതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് അവൾ പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല അത്രയും വലിയ പെട്ടി അവൾ തനിച്ചു കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞ് അവർ കൂടെ ചെല്ലുന്നു. ജനറൽ സംഘവും ഈ സമയം മറ്റേ പെട്ടിയുമായി സിറ്റിയുടെ ഗേറ്റിനടുത്തെത്തിയിരുന്നു. അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനായി അവിടെ വെച്ച് മുലാങ്ങും അവർക്കൊപ്പം ചെല്ലുന്നു. ഹൈത്തങ്ങിനെയും സംഘത്തെയും വഴിക്ക് വെച്ച് ബായി കണ്ട് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവന് സംശയം തോന്നിക്കാതെ അവർ മുന്നോട്ട് പോകുന്നു. സിറ്റിയുടെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ സഹായത്തിന് അവിടെ വരെ വന്നാൽ മതി, ഇനി തനിച്ചു പോയിക്കൊള്ളാമെന്ന് ഹൈത്തങ് പറഞ്ഞെങ്കിലും അപ്പോഴും രണ്ടുപേരെ അവളുടെ സഹായത്തിനായി അയക്കുന്നു. ജനറലിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കുറേ ദൂരം ചെന്നപ്പോൾ പെട്ടിയുടെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ താഴെ വെച്ച് പോകുന്നുണ്ട്. തുണികൾക്ക് ഇത്രയധികം വെയിറ്റ് എന്താണെന്ന് മുലാങ് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നു. തൻ്റെ കൂടെയുള്ളവരുടെ ആരോഗ്യത്തെ കുറ്റപ്പെടുത്തി തൽക്കാലം അത് മറിക്കുന്നു. അവർ അത്രയ്ക്ക് ക്ഷീണിച്ച സ്ഥിതിക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് മുലാങ് നിർദ്ദേശിച്ചപ്പോൾ അയാൾ സമ്മതിക്കുന്നു. കാട്ടിൽ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഹൈത്താങ് കൂടെ ഉണ്ടായിരുന്നവരെ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് തിരിച്ചയക്കുന്നു. പെട്ടിയുമായി അവൾ തനിയെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ ഹുദി കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പെട്ടിക്കുള്ളിലിരുന്നൊരു വെടി പൊട്ടിക്കുന്നു. സ്മെല്ലടിച്ചപ്പോഴാണ് ജനറൽ സംഘത്തിനും അത് മുമ്പ് ഇവിടെ പരിചയമുണ്ടല്ലെന്ന് തോന്നിയത്. അപ്പോഴേക്കും ഹുദി പെട്ടി തുറന്ന് പുറത്ത് ചാടുന്നു. നാറ്റം കാരണം എല്ലാവരും മൂക്ക് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയതിനെ അവൾ മുലാങ്ങിനോട് ക്ഷമ പറയുന്നുണ്ട്. ചിവയ്ക്ക് പകരം അവൾ പെട്ടിക്കുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ചിവ എവിടെയെന്ന് ചോദിച്ച് ജനറൽ ആയുധമെടുക്കുന്നു. ഹുദിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പെട്ടിക്കുള്ളിൽ ഇരിക്കാനല്ലാതെ വിവരങ്ങളൊന്നും അവളോട് പറഞ്ഞിരുന്നില്ല. നിങ്ങളെ തിരിച്ചയക്കാമെന്ന് മാത്രമേ ഞാൻ വാക്ക് തന്നിരുന്നുള്ളൂ, ചിവയെ തിരിച്ചയക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് മുലാങ് പറഞ്ഞപ്പോൾ ജനറൽ അവരുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് ഹൈത്താങ് നൽകിയ പൊടി അവൻ മുലാങ്ങിനെതിരെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലിജുനും ഹുദിയും കൂടി അവരെല്ലാം കീഴടക്കുന്നു. ഇങ്ങനെ ഒളിഞ്ഞ് ആക്രമിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്നല്ലാന്ന് ലിജുൻ ജനറലിനോട് പറയുന്നു. അപ്പോഴാണ് ചിബ മിസ്സിംഗ് ആണ് എന്ന് മറ്റ് കാവൽക്കാരൻ വന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴേക്കും ഹൈത്താങ് കാട്ടിൽ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തി മുഖം മറച്ച ശേഷം പെട്ടി തുറക്കുന്നു. ചിബയെ അവൾ പൊടി ഉപയോഗിച്ച് ബോധം കെടുത്തിരുന്നെങ്കിലും അപ്പോഴേക്കും അവൾക്ക് ബോധം വീഴുന്നുണ്ട്. മുഖം മറച്ചിരിക്കുന്ന കാരണം അത് ആരാണെന്ന് ചിബയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. അവൾക്കൊന്നും പറയാനുള്ള അവസരം നൽകാതെ പെട്ടിയുടെ സൈഡിൽ വെച്ചിരുന്ന ഒരു കത്തിയെടുത്ത് ഹൈത്താങ് അവളെ കുത്താൻ ഒഴുകുന്നു. പക്ഷേ ചിബ ഒഴിഞ്ഞു മാറി പെട്ടിയിൽ നിന്ന് പുറത്തു ചാടുന്നുണ്ട്. ഹൈത്താങ് അവളെ കുത്താനായി വീണ്ടും മുന്നോട്ട് ചെല്ലുന്നു. ചിബ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വിധത്തിൽ തടഞ്ഞു നിർത്തി ഉച്ചത്തിൽ അലർന്നു. അവിടെ തന്നെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്ന മുലാങ്ങിൻ്റെ ചെവിയിൽ അവളുടെ നിലവിളി എത്തുന്നുണ്ട്. ഹൈത്താങ് ചിബയെ നിലത്തേക്ക് ചവിട്ടി ഇറങ്ങിയിട്ട് അവളെ കുത്താനായി മുന്നോട്ട് നടക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.